നമുക്കിന്നിട്ട് ചെറിയ മത്തങ്ങാക്കറി ഉണ്ടാക്കിയാലോ? കഴുകി വൃത്തിയാക്കിയ മത്തങ്ങയ്ക്കകത്ത് ശകലം വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് ഞാൻ കുക്കറിൽ വെച്ചേക്കുവാണ്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ മത്തങ്ങ ഇപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്കിനി മത്തങ്ങയ്ക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കാം. ശകലം തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയ്ക്കകത്ത് ശകലം ജീരകം, പിന്നെ നമ്മുടെ സ്വന്തം വീട്ടിലെ കാന്താരി മുളക്, കുറച്ച് ഉള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒതുക്കി ചേർത്ത് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒതുക്കി വെച്ചേക്കുന്ന ഈ അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ച് വെച്ചാൽ മതി. ഇനി ഈ മത്തങ്ങക്കറിയുടെ കൂടെ കൊഴുപ്പ് നല്ലപോലെ കിട്ടാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേനയും മത്തങ്ങയും ആക്കാം, പരിപ്പിടാം, പയറിടാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇവിടെ പയറിനോടും പരിപ്പിനോടൊന്നും താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത്. ഇതാ നമ്മൾ മൂപ്പിച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് പച്ചച്ചവ മാറ്റിയെടുത്ത് നമ്മൾ തേങ്ങ അരച്ച് കൂട്ടിയത് നമ്മുടെ മത്തങ്ങ വെന്തതിലോട്ട് നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടുകും കൂടെ പൊട്ടിച്ചാൽ നമ്മുടെ കറി റെഡിയായി. നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ കടുക് വറുക്കാൻ പോവാണ്. കടുക് വറുത്ത് നമ്മുടെ മത്തങ്ങ കറിയിലോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശകലം തേങ്ങ എടുത്തിട്ടുണ്ട്, ശകലം ഉള്ളി, പത്തലമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത് നമുക്ക് നമ്മുടെ മത്തങ്ങ കറിയിലോട്ട്, മത്തങ്ങ എരിശ്ശേരിയിലോട്ട് ഒഴിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട്. മത്തങ്ങ എരിശ്ശേരി കൂട്ടി നമുക്ക് നല്ലപോലെ ശകലം ചോറുണ്ടാലോ എല്ലാവരും. അപ്പം ഒന്ന് പരീക്ഷിക്കാനൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.